കറി. ഇത് ബനാന ബ്രോ ആയതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂളിംഗ് ഗ്ലാസ് ഊരാതെ കഴിക്കുന്നത്. അതെ. എഴുന്നേക്ക്, ബ്രേക്ക്ഫാസ്റ്റ് ആയി. അപ്പൊ ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. വെൽക്കം ടു ബ്യൂട്ടിഫുൾ മലേഷ്യ. ഞങ്ങളിപ്പോൾ ഉള്ളത് സോഫിറ്റൽ ഹോട്ടൽ മലേഷ്യയിലാണ്. സോ വി ഹാഡ് അമേസിംഗ് ഡേ യെസ്റ്റർഡേ. പക്ഷെ ഇന്ന് നമ്മുടെ മെയിൻ ഉദ്ദേശം ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. സോ ഐ ഹേർഡ് ഇറ്റ്സ് വൺ ഓഫ് ദ ടോപ്പ് 3 ബെസ്റ്റ് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ഇൻ ദിസ് അമേസിംഗ് വൈബ്രന്റ് സിറ്റി ഓഫ് ഫുഡ്. സോ അതൊന്ന് പോയി ടേസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നേരെ ഒരു ലോക്കൽ ബനാന ലീഫ് മീൽ. അപ്പോൾ ഫ്രം ഹയസ്റ്റ് റേറ്റഡ് ഇൻ്റർനാഷണൽ ബുഫേ തൊട്ട് ഒരു ലോക്കൽ മീലും കൂടെ കഴിക്കണം. അതാണ് ഇന്ന് നമ്മുടെ ഉദ്ദേശം. പറ്റുമെങ്കിൽ നമ്മുടെ പയ്യനെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലും കൊണ്ടുപോകണം. എന്നോട് പറഞ്ഞ് 2 അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര അമ്യൂസ്മെൻറ്റ് പാർക്ക് ഫാനാണ്. സോ വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ് ഗൈസ്. അപ്പോൾ രാവിലെ 7:30 ഞാൻ സാധാരണ ഹോട്ടൽസിൽ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേസ് ബുക്ക് ചെയ്യാറില്ല ഇത്തവണ. പക്ഷെ ഈ ഒരു ഹോട്ടൽ എന്തായാലും ബുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം കാണിക്കണമല്ലോ, അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല കേട്ടോ. അതെ, 7:30 പോവാം. കാരണം ഹോപ്പ്ഫുള്ളി വലിയ തിരക്ക് കാണില്ല, നമുക്ക് ഡിഷസ് ഒക്കെ കാണിക്കട്ടെ. ഇതാണ് ഇവരുടെ ബുഫേ റെസ്റ്റോറൻറ്റ്. ഇവിടെ രാത്രിയൊക്കെ ഭയങ്കര ഡിന്നറൊക്കെ ഉണ്ട്. 2 ദിവസം ബുഫേയൊക്കെയാണ്. ഐ തിങ്ക് സോ നല്ല സ്പ്രെഡ് ആയിരിക്കും കേട്ടോ. ആദ്യമേ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ആംബിയൻസ്, ഒരു ബ്രിട്ടീഷ് രീതിയിലുള്ള ഒരു ചെയർസ് ഒക്കെയാണ്. മറ്റേ ഒരു ഓൾഡ് മണി വൈബ്സ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം കിട്ടുന്ന പോലത്തെ നല്ല ഹൈ സീലിംഗ്. ഐ തിങ്ക് സോ സ്പ്രെഡ് ഇസ് ലൈക്ക് സോ എക്സ്ക്വിസിറ്റ്. കുറേ സ്പ്രെഡ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് പോയി ആദ്യമേ കാണിക്കാം, എന്നിട്ട് ഫുഡ് എടുക്കാം. അതെ അതെ അതെ, ഞാൻ ജസ്റ്റ് ആദ്യമേ ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡ് കാണിക്കാവേ, എന്നിട്ട് ബാക്കിയുള്ള ഫുഡിൻ്റെ റിവ്യൂസ് ഒക്കെ പറയാം. ഇത് അങ്ങ് കിടക്കുമോ, ഇങ്ങനെ പോയിട്ട് അങ്ങ് അറ്റം വരെ വേറെ റൂം പോലെയൊക്കെ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡ് കിടക്കുവാണ്. സോ ആദ്യം തന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് ആണ്. സോ ഫ്രഷ് ഫ്രൂട്ട്സ് അവർ മേളിൽ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ജ്യൂസസ് ആണ്. ഇത് ഫ്രഷ് മാംഗോ, ഫ്രഷ് ഗോവ, ഫ്രഷ് ഓറഞ്ച്, ഫ്രഷ് ബീട്രൂട്ട്, പിന്നെ ആൻറ്റി ഏജിങ്. സോ അതിൽ ആപ്പിൾ, സെലറി, കുക്കുംബർ, ഇത്രയും ഫ്രഷ് ജ്യൂസസ് തന്നെ ഉണ്ട്. ഫ്രഷ് ആയിട്ട്. ആൻറ്റി ഏജിങ് വേണോ? ആപ്പിൾ, ഗ്രീൻ ആപ്പിളാ. ഇവിടെ ഇതൊക്കെ വോക്ക് ട്രൈഡ് ടാറോ കേക്ക്. ടാറോ എന്ന് പറയുന്നത് സ്വീറ്റ് പൊട്ടാറ്റോ ആണെന്ന് തോന്നുന്നു. അതല്ലാതെ നല്ല ഫ്രഷ് ഡിംസംസ് ആണ്. ഓക്കെ, അത് എന്തോ പാവ് ബൺ. ഇത് ചിക്കൻ ടെറിയാക്കി. ദാറ്റ്സ് ഗോയിങ് ടു ബി സോ ഗുഡ്. രാവിലെ എന്ത് ചൂട് ഫുഡാന്ന് നോക്ക്. ആൻഡ് ദെൻ യു ഹാവ് യുവർ ജാപ്പനീസ് റൈസ്. ആൻഡ് ഇതെന്താ, എന്തൊരു വെയിറ്റ് അല്ലേ. ഇതൊക്കെ ബ്രോത്താ, സൂപ്പിന്റെ ബ്രോത്താ. കാരണം എന്താണെന്ന് അറിയോ, ഇവിടെ വേറെ അതൊക്കെ ബ്രോത്ത്. ഇത് കഞ്ഞിയാണ്. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. മറ്റേ ഒടിയന്റെ ഡയലോഗ് അല്ല, അത് ചിക്കൻ കഞ്ഞി. നല്ല ടേസ്റ്റാ. ഓ മൈ ഗോഡ്, ദേ ഹാവ് നാസി ലമാക്, ഫ്രഷ് നാസി ലമാക്. സോ റൈസ്, മറ്റേ ഉണക്കമീൻ, മുട്ട, സാമ്പാല്, ചിക്കൻ അയം ഗൊറാങ് എന്ന് പറയുന്ന ചിക്കൻ ഫ്രൈ ആണ്. ആൻഡ് ദെൻ യുവർ പീനട്ട്സ് ആൻഡ് യുവർ കുക്കുംബർ. പിന്നെ ഇത് മുട്ടക്കറിയാണ്. മുട്ടക്കറി ഉണ്ട്, ഫ്രൈഡ് നൂഡിൽസ് ഉണ്ട്, ഫ്രൈഡ് റൈസ്. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഗ്രീൻ കറിയുടെ ഒക്കെ ലെവലിലായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതൊക്കെ ഒത്തൻറ്റിക് മലേഷ്യൻ ഡിഷസ് ആണ്. എൻ്റെ പേര് കേൾക്കുമ്പോഴേ അറിയാം. സോ യു ഗോട്ട് ദിസ് വെജിറ്റബിളിൻ്റെ സംഭവം. പിന്നെ യുവർ ഓംലെറ്റ് സ്റ്റേഷൻ. ഇവിടെ നമ്മുടെ ഒരു ഓംലെറ്റ് സ്റ്റേഷൻ ഉണ്ട്. പിന്നെ ഇത് ഹാർഡ് ബോയിൽഡ് എഗ്സ്, അതുപോലെ മിക്സ് ഗ്രിൽഡ് വെജിറ്റബിൾസ്. ഇതൊക്കെ നമ്മുടെ കോമൺ ആണ്. പക്ഷേ ദിസ് പൊട്ടാറ്റോ ലുക്സ് സോ ഡെലിഷ്യസ്. റോസ്റ്റ് പൊട്ടാറ്റോ. ഇത് കണ്ട, രാവിലെ തന്നെ റോസ്റ്റഡ് പംകിനും നമ്മുടെ ഫിഷ് ആൻഡ് ചിപ്സ്. ഡോറി എന്ന് പറയുന്ന ഒരു ഫിഷാണ്. സോ ഫ്രൈഡ്, ക്രിസ്പി ഫ്രൈഡ് ഫിഷ് ഉണ്ട്. ആൻഡ് ലുക്ക് അറ്റ് സ്റ്റേക്ക്, ചിക്കൻ സ്റ്റേക്ക് പോലെ. ബ്രേക്ക്ഫാസ്റ്റിനാണ് ടാറ്റാർ സോസ്, ചിക്കൻ സ്റ്റേക്ക്, ആൻഡ് യു ഗോട്ട് യുവർ ബീഫ് സോസേജസ്. കുറേ ടൈപ്പ് സീരിയൽസും സെറ്റപ്പും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറേ സീരിയൽസ് ഉണ്ട്. പിന്നെ അതെ പാന്താൻ വോഫിൾ.
ഓ, പാന്താൻ വാഫിൾ, ഫ്രഞ്ച് ടോസ്റ്റ്, പാൻ കേക്ക്സ്, ഇതൊക്കെ പറഞ്ഞാൽ അവർ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരും. വെറൈറ്റി നോക്കും, മാർമലേഡ് ജാം, പ്ലെയിൻ കായ, ദിസ് ഇസ് സോ ടേസ്റ്റി, കായ ജാം, ചോക്ലേറ്റ് സോസ്, പാന്താൻ, ഇത് പീനട്ട് ബട്ടർ, എന്നിട്ട് സ്ട്രോബെറി ജാം, ബ്ലൂബെറി ജാം, ഓറഞ്ച് ജാം. ഓ, ഒന്നും പോരാത്തവർക്ക് ഇന്ത്യൻ ഫുഡ് നോക്ക്, അച്ചാറ്, ചമ്മന്തി, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ പൊരിയൽ എന്ന് പറയുമ്പോൾ എനിക്കൊന്നും ഒരു അവിയൽ പോലത്തെ ഒരു സംഭവം തോന്നുന്നു. അവിയൽ ഇതെന്താ, ഇത് മറ്റേ ബിന്ദി, ലേഡീസ് ഫിംഗർ, ജീര റൈസ്, രാവിലെ തന്നെ ജീര റൈസ്. അതല്ലാതെ ദാൽ കറി, ഇത് മറ്റേ സുക്കിനി, ബ്രിഞ്ചോള് കറിയും, ഇത് വെജിറ്റബിൾ കറി, പപ്പടം, രാവിലെ തന്നെ പപ്പടവും. ഇത് നമ്മുടെ നാൻ പോലെ, ഇത് വെജിറ്റേറിയൻ ആണ്. പിന്നെ ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന നൂഡിൽസ് ആണ്. സോ യു ഗോട്ട് ഓൾ ദീസ് തിൻ നൂഡിൽസ്, സാധാരണ റൈസ് നൂഡിൽസ്, പിന്നെ അതിനുള്ള ബ്രോത്ത്സ് ഉണ്ട്, ആൻഡ് ഓൾ ദ ടോപ്പിംഗ്സ് അതെ. സോ ഇത്രയാണ് ഇവിടുത്തെ സേവറി ഐറ്റം. ഇനി നമുക്ക് ഡെസേർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. ചോക്ലേറ്റ് ഡോണറ്റ്, കപ്പ് കേക്ക്സ്, പിന്നെ ഇവിടുത്തെ വനിലയുടെ എന്തോ ഒരു കേക്ക്, ഇവിടെ അടിയിൽ മാർബിൾ കേക്ക്, പിന്നെ പാവ് ചോക്ലേറ്റ് ഉണ്ട്, ആൻഡ് യു ഗോട്ട് അമേസിങ് ചോക്ലേറ്റ് ക്രോസോൺസ്. അത്രയും കോമൺ അല്ല കേട്ടോ. ഇത് കണ്ടോ, ഡ്രൈഡ് മാംഗോ, കുറേ ഡ്രൈഡ് ഫ്രൂട്ട്സിൻ്റെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇത് ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്കുള്ള കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്ലൂട്ടൻ്റെ ബ്രെഡ്സ് അവൈലബിൾ ആണ് ഇവിടെ. ഫൈനലി നമ്മുടെ യോഗേർട്സ് ആണ്. സോ ഇത് സാധാരണ യോഗേർട്ട് ഉണ്ട്, മുസ്ലിം. ലുക്ക് അറ്റ് ദിസ്, ജെല്ലി, ഫ്രഷ് ഫ്രൂട്ട് ആൻഡ് ജെല്ലീസ്, ആൻഡ് ഇത് ലാക്ടോസ് ഫ്രീ യോഗേർട്ട്. പിന്നെ ഇത് ബ്ലൂബെറി യോഗേർട്ട്, വേറെ പ്ലെയിൻ യോഗേർട്ട്, ആൻഡ് ഫൈനലി മാംഗോ യോഗേർട്ട്. ഇത്രയല്ലാതെ ഇതൊക്കെ നല്ല ഫ്ലേവറുള്ള ഫ്രൂട്ടാണ്. ഇതിൻ്റെ പേര് എനിക്കെന്താ അറിയില്ല. പിന്നെ ഓബിയസ്ലി ഇത് ഓറഞ്ചും ഉണ്ട്, ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതൊന്നും അല്ലാതെ എനിക്ക് അറബിക് വേണമെങ്കിൽ അവരുടെ അറബിക് ടിപ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് എ ബീട്രൂട്ട് ഹമ്മൂസും സാധാരണ ഹമ്മൂസും ഉണ്ട്. ഇതൊന്നും അല്ലാതെ രാവിലെ തന്നെ നമ്മുടെ കപ്പ വറുത്തത്, വെജിറ്റബിൾ ക്രാക്കേഴ്സ്, ഫിഷ് ക്രാക്കേഴ്സ്. അയ്യോ, പ്രോൺ ക്രാക്കേഴ്സ് ആർ സോ ഡെലിഷ്യസ്. ഇതെന്താണ്, മെലിഞ്ഞു ക്രാക്കേഴ്സ്. ആൻഡ് ഫൈനലി ദേ ഹാവ് ഓൾ ദീസ് ഫ്രഷ് സാലഡ് പ്ലേസസ്, ആൻഡ് നമ്മുടെ സൂഷി പോലത്തെ റാപ്സും, ആൻഡ് വെറൈറ്റി ഓഫ് ചീസസ്. ദേ ഈവൻ ഹാവ് മേളിൽ ചാമ്പയ്ക്കയും, അയ്യോ അന്തുന് വരികേണ്ട സാധനം, റംബൂട്ടാനും, ഫ്രഷ്ലി സ്ലൈസ് ചൊറീസോ. ഇതൊന്നും ഞാൻ അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഫ്രഷ്ലി സ്ലൈസ് ചൊറീസോ ആൻഡ് ഫ്രഷ്ലി സ്ലൈസ്ഡ് ബീഫ് സലാമി. ഇവിടുന്ന് തന്നെ സ്ലൈസ് ചെയ്തിടും, നമ്മുടെ ഇറ്റലിയിലൊക്കെ ബുച്ചേഴ്സൊക്കെ ചെയ്യുന്ന പോലെ. ദേ ഹാവ് യുവർ ഓൺ ചീസ് ബോൾ. അത് അടിപൊളിയല്ലേ, ഓൺ ചീസ് ബോൾ. സോ ഇത്രയല്ലാതെ പിന്നെയും ലൈവ് സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാണിക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? 7:45 വന്നിട്ട് ഇതൊക്കെ എങ്ങനെ കഴിക്കും? നമുക്കേ സാധനം എടുത്തിട്ട് വെച്ചിട്ട് ഒരു 8:30-8:45 വരെ അങ്ങനെ ഇരിക്കാം. പയ്യെ കഴിക്കുക. 10:30-11 മണി വരെ ഇരിക്കാം. എപ്പോഴാണ് തീരുന്നത് അന്നേരം ഇവിടുന്ന് പോയാൽ മതി. ഇനി ഇങ്ങനെ ഇരുന്ന് റിവ്യൂ പറയണം. ഇത്രയും റിവ്യൂ എത്ര ഫുഡിന് പറയാനുണ്ട്, ഇത് എപ്പോൾ തീരാനോ ഒരു ഐഡിയ ഇല്ല. സോ ഓരോന്നായിട്ട് ആദ്യം തന്നെ ഐ വാസ് സോ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് ഫിഷ് ആൻഡ് ചിപ്സ്. സോ ഇറ്റ്സ് ലൈക്ക് ദിസ് ഫ്രൈഡ് ദോറി. ഇത് നമുക്ക് ടാർട്ടാർ സോസിലൊന്ന് മുക്കാം. നോക്കട്ടെ. ഓ യം, ഫിഷ് കഴിച്ചു നോക്കണം. ഒരു KFCയുടെ ബാറ്ററിൻ്റെ ടേസ്റ്റ്, പക്ഷെ ഭയങ്കര ലൈറ്റായിട്ടുള്ള ബാറ്റർ. ഫിഷിൻ്റെ അകം കാണാം. ഇത് എന്താ പറയുക, പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. എനിക്കൊന്നും അവർ ഇട്ടൊന്ന് വറുത്തെടുത്ത് കാണും, കാരണം അത്രയും സോഫ്റ്റ് ആൻഡ് വൈറ്റ് ആണ്. ഫിഷ് കഴിക്കാത്തവർക്ക് വരെ ഫിഷ് ഇഷ്ടപ്പെടും, കാരണം കൂടുതലൊരു ചിക്കൻ്റെ മീറ്റി ടേസ്റ്റാണ് വരുന്നത്. ഇറ്റ് സോൾട്ടി, ഇറ്റ്സ് സോ ഗുഡ്. നമ്മുടെ സെൻസസിനൊക്കെ വേക്കപ്പ് ചെയ്യുന്ന ഒരു രീതിയിലാണ്. സാധാരണ ഒരു ഫിഷ് ഫ്രൈ ആണെങ്കിൽ പോലും ഇറ്റ് ഇസ് സോ ഡെലിഷ്യസ്. ഡോറി എനിക്കൊന്ന് എന്താ ഫൈനിങ് ഡോറി ഇല്ലേ, ആ മീനാന്ന് തോന്നുന്നത്. ഈ സാധനം എന്താ നോക്കണം, സ്ട്രീക്കി ചിക്കൻ. ഞാൻ അത് ഇതുവരെ ഒരു ബ്രേക്ക്ഫാസ്റ്റിലും കണ്ടിട്ടില്ല. ഇത് അവരുടെ ഇത് പൊട്ടാറ്റോ എങ്ങനെയുണ്ട്, കഴിച്ചോ? ഓക്കെ. പിന്നെ ഇത് ഇവരുടെ ഫ്രൈഡ് എന്താ ടാറോ കേക്ക്, അതൊന്ന് ട്രൈ ചെയ്യണം. ആൻഡ് റോസ്റ്റഡ് പംകിൻ ആൻഡ് ദിസ് ബീഫ് സോസേജ്. ഇത് സോ യം. ഇത് കുക്ക്ഡ് അല്ല, സോറി, ഇത് കുക്ക്ഡ് ആണ്, ബോയിൽഡ് അല്ല. സോ ഒരു സ്നാപ്പ് ഇല്ല, പക്ഷെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ യു ക്യാൻ സീ ഓൾ ദ സ്പൈസസ് ആൻഡ് ഓൾ. നല്ല കുക്ക്ഡ് ആണ്, ആൻഡ് അതുകൊണ്ട് ഭയങ്കര ഒരു ഫ്ലേവറാണ്. സ്നാപ്പില്ല, നമ്മുടെ ബോയിൽ സോസേജ് കിട്ടുന്ന പോലെ പെട്ടെന്ന് പറഞ്ഞാൽ പുട്ടില്ല, പക്ഷേ ഇത് സോ വെൽ
എന്താ പറയുക മാരിനേറ്റഡ്. റോസ്റ്റഡ് പംകിൻ. എനിക്ക് തോന്നുന്നു ഇവരുടെ വെറൈറ്റി വെച്ച് ഹ്യൂജ് ആണ് ഓബിയസ്ലി, പക്ഷേ ഇറ്റ്സ് നോട്ട് സംതിങ് വിച്ച് യു ഹാവ് സീൻ ബിഫോർ. പക്ഷേ പെർ ഐറ്റത്തിൻ്റെ ക്വാളിറ്റി എവറിത്തിങ് ഇസ് ലൈക്ക് പുട്ട് ഇൻ സ്മോൾ പോർഷൻസ്, കുക്ക്ഡ് സോ വെൽ. ഓരോന്നും ഒരു ഇൻഡിവിജ്വൽ റെസ്റ്റോറൻറ്റ് ഡിഷ് പോലത്തെ ഒരു ക്വാളിറ്റിയിലാണ് അവർ സെർവ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ലൈക്ക് റോസ്റ്റഡ് പംകിൻ. എനിക്ക് വലിയ ഇഷ്ടമായില്ല. ഐ പ്രിഫർ റോസ്റ്റഡ് സ്വീറ്റ് പൊട്ടേറ്റോ ഇൻ ദ മോർണിംഗ്. പിന്നെ അത്ര ഒരു മധുരമൊന്നുമില്ല. ആ സമയത്ത് ഇവിടെ പൊട്ടേറ്റോ നോക്കട്ടെ, അത് കണ്ടിട്ട് കുറച്ച് രസമുണ്ട്. സാധാരണ ഈ റോസ്റ്റഡ് പൊട്ടേറ്റോസിന് അത്രയും ഫ്ലേവർ കാണില്ല, അതും തിക്കായത്. നല്ല കട്ടിയുണ്ട്. ഈ കോട്ട റോസ്മെരി ഹിറ്റ്, ബട്ടർ, ലിറ്റിൽ ബിറ്റ് ഓഫ് ഗാർലിക്. അതിന് മേലെ അവർ ഒരു വെറൈറ്റി കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് റോസ്റ്റഡ് പൊട്ടേറ്റോസിന്. ഗോട്ട് താറോ കേക്ക്. എനിക്കിതിൽ വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ല. I think it is. Oh wow, it's yum. First of all, ഈ ഫ്രൈഡ് ആയതുകൊണ്ട് ബുഫയിൽ സാധാരണ പൊട്ടയോ കാരണം തണുത്തുമല്ലോ, പക്ഷെ ഇത് അപ്പം കുറച്ച് 5 6 ഒക്കെ വെച്ച് അവർ വെക്കുന്നുള്ളൂ. അപ്പം തന്നെ ഫില്ല് ചെയ്യും. ഇതിൻ്റെ അകത്ത് റെഡ് ബീൻ ആണ്. താറോ ഇസ് റെഡ് ബീൻ പേസ്റ്റ്. ലവ്ലി, അടിപൊളി സാധനമാണ്. ഇറ്റ്സ് ക്രിസ്പ്. ദി താറോ ഇസ് സോ റിച്ച്, ഫ്ലേവർഫുൾ, ലൈറ്റ്ലി സ്വീറ്റ്, ലൈറ്റ്ലി സോൾട്ടഡ് ബാറ്റർ. വെരി നൈസ്. എന്തൊരു യുണീക്ക് സാധനങ്ങളാണ്. നാട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കുമ്പോൾ നമുക്ക് അത്ര യുണീക്നെസ് കാണിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ നിങ്ങൾ കേൾക്കാത്ത ഒരു ഭൂരിപക്ഷം ആൾക്കാർ ചിലപ്പോൾ കേൾക്കാത്തതും കാണാത്ത കുറേ ഫുഡുണ്ട്. ഓക്കെ ഗൈസ്, സോ ഇത് നാസി ലമാക്കാണ്. ഇത് മലേഷ്യയുടെ ഒരു ഒത്തൻറ്റിക് അല്ലെങ്കിൽ നാഷണൽ ഡിഷ് എന്ന് വരെ പറയാം. സോ ഇതിൻ്റെ എലിമെൻറ്റ്സ് ഇറ്റ്സ് ആക്ച്വലി ഈ നാസി ലമാക്ക് തന്നെ ഫാറ്റി റൈസ് എന്നാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ. സോ ഇതിൻ്റെ റൈസ് ഇത് ആക്ച്വലി കുക്ക്ഡ് ഇൻ കോക്കനട്ട് മിൽക്ക് ആൻഡ് പാന്താൻ ലീഫ്. അത് പിന്നെ ഉണക്ക ആൻചോവീസ്. ഇത് ഓബിയസ്ലി പീനട്ട്സ്, എഗ്ഗ്, കുക്കുംബർ, ചിക്കൻ. ആൻഡ് ഇതാണ് അവരുടെ വേറൊരു മെയിൻ എലിമെൻറ്റ്. ഇറ്റ്സ് കോൾഡ് സാമ്പാൽ. സാമ്പാൽ എന്ന് പറഞ്ഞാൽ ഒരു വിധം ചട്നിയോ ഗ്രേവിയോ എന്ത് വേണമെങ്കിലും പറയാം. നാസി ലമാക്കിൻ്റെ ഒത്തൻറ്റിക് സാമ്പാൽ എന്ന് പറയുന്നത് ഷാലറ്റ്സ് വരും, അതുപോലെ തന്നെ ചില്ലി പേസ്റ്റ് വരും. ആൻഡ് അനദർ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇസ് ഷ്രിംപ് പേസ്റ്റ്. സോ ദിസ് ഇസ് എ നാസി ലമാക്ക്. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, സോ ലെറ്റ് മീ ജസ്റ്റ് സ്റ്റാർട്ട്. ഇത് മാത്രം വെച്ച് നോക്കട്ടെ, റൈസ് മാത്രം വെച്ച്. റൈസ് മാത്രം. പാന്താൻ ലീഫിൻ്റെ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷേ നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ കോക്കനട്ട് മിൽക്കിലിട്ട് കുക്ക് ചെയ്ത റൈസ്. ഇതിൽ കുറച്ച് ഷാലറ്റ്സും ഉണ്ട്. സോ ഇതും നമുക്ക് സാമ്പാലും കപ്പലണ്ടിയും ആൻചോവിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഈ ഒരു ചെറിയ ഡിഷ് മതി ശരിക്കും നമുക്കൊരു ഹോൾസം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. സോറി, കുക്കുംബറും കൂടെ ഉണ്ട് കേട്ടോ നാസി ലമാക്കിൽ. ഇത് എല്ലാം കൂടെ എടുത്ത് ചിക്കൻ ഇസ് അഗെയിൻ ലൈക്ക് ഒരു ബാറ്റർ ഫ്രൈഡ് ചിക്കൻ ആണ്. പക്ഷേ യു ഗോട്ട് എവറി ഫ്ലേവർ ഇൻ ദിസ്. യു ഗോട്ട് ദ കോക്കനട്ട് മിൽക്കിൻ്റെ സ്വീറ്റ്നെസ്, chili, salty, crunchy. The peanuts and anchovies become crunchy. The shrimp. എന്തൊരു ഫ്ലേവർ പാക്കാണെന്ന് പറയാം. ആൻഡ് യു ക്യാൻ ഫീൽ ദ ഫാറ്റിനെസ് ഇൻ എവറി ബൈറ്റ്. ആ കോക്കനട്ട് മിൽക്കിൽ കുക്ക് ചെയ്ത റൈസ് തന്നെ എക്സ്ട്രീംലി റിച്ച് ആണ്. ബെസ്റ്റ് പാർട്ട് ഇസ് ദ ക്രഞ്ച് എലിമെന്റ്. അടിപൊളി. ഇത് നോക്ക്, ജെഫറിൻ്റെ പ്ലേറ്റ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഇന്ത്യൻ മീൽ പോലെ ഉണ്ട്. ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് പറയൂ. ഇതിൽ എനിക്ക് തോന്നുന്നു റൈസ്, പപ്പടം, മുട്ട, ചിക്കൻ, ഫിഷ്. രാവിലെ 7 മണിക്ക് കഴിക്കുന്നതാണ്. കറിയൊന്നും ഇല്ലാത്തതാണ് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കഴിക്കുന്നത്. ഈ എഗ്ഗ് കണ്ടിട്ട് തന്നെ പേടിയാവും കേട്ടോ. ഭയങ്കര റെഡ്, ഡീപ്പ് റെഡ് സ്പൈസി. അല്ല, സ്വീറ്റ് ആണോ? നോക്കട്ടെ. പിന്നെ ഇത് നൂഡിൽസ് ആണ്. ആൻഡ് ദെൻ യു ഹാവ് പ്രോൺ ക്രാക്കേഴ്സ്, റൈസ് ആൻഡ് ഡിഫറെൻറ്റ് മറ്റേ പിന്നെ മെലിഞ്ഞ ക്രാക്കേഴ്സോ അങ്ങനെ എന്തോ ഒരു ക്രാക്കേഴ്സാണ്. സോ അടുത്ത റൗണ്ട് ആരും പറഞ്ഞത് പ്രോൺ ക്രാക്കേഴ്സ്. ഇത്
നമ്മൾ നാട്ടിൽ കിട്ടും പ്രോൺ ക്രാക്കേഴ്സ്, അത്രയും പ്രോൺസ് ഫ്ലേവർ ഇല്ല. നമ്മൾ ഈ പ്രോൺസ് ചിപ്സ് എന്നൊക്കെ പറഞ്ഞ് പാക്കറ്റിൽ ഗൾഫിലൊക്കെ കിട്ടില്ലേ, ആ ഒരു പ്രോൺസിൻ്റെ ഫ്ലേവറേ ഉള്ളൂ. ഈ കളറിന് കുറച്ചുകൂടെ പ്രോൺസ് ഫ്ലേവർ ഉണ്ട്. ഇതെന്ത് ക്രാക്കർ അത് മനസ്സിലായില്ല. കടല വെച്ച് എന്തോ ഉണ്ടാക്കിയാന്ന് തോന്നുന്നു. ഭയങ്കര ക്രിസ്പ് അല്ല, കുറച്ച് കയ്പും ഉണ്ട് കേട്ടോ. ഇതിന് ഒരു ഐഡിയയില്ല എന്താണ്. ചോറിൻ്റെ കൂടെ എന്നാലും അടിപൊളിയായിരിക്കും. സോ ആദ്യമേ ഞാൻ ഇവരുടെ നൂഡിൽസ് നോക്കട്ടെ. കണ്ടിട്ട് സോയ സോസി മുക്കിയെടുത്തൊരു നൂഡിൽസ് പോലെ ഉണ്ട്. ഫ്രൈഡ് നൂഡിൽസ് ആണ്. ഓ, ഫ്ലേവർ പാക്ഡ് ആണ്. റിച്ച് സോയ സോസിൻ്റെ ഒരു ഫ്ലേവറാണ്. ചിക്കനും ഉണ്ട്. ഇതിലൂടെ കറിയൊന്നും ആവശ്യമില്ല. ഈ ഫ്രൈഡ് റൈസും ഈ ഒരു എഗ്ഗിൻ്റെ ഗ്രേവിയും കൂടെ നോക്കട്ടെ. രാവിലെ തന്നെ എന്തൊരു റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഉച്ചയ്ക്ക് നമുക്ക് മറ്റേ ഫുഡ് പോയി കഴിക്കണ്ടേ. ഓ വാവ്, നമ്മുടെ ഒരു നാടൻ കറിയുടെ ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ ഈ മുട്ടക്കറിക്ക്. അതെങ്ങനെയാണെന്ന് അറിയില്ല. സോസും ആണ്, ആ സമയത്ത് സ്പൈസസും ഉണ്ട്. ഇവിടെ മുട്ട ഫ്രൈ ഒക്കെ മുട്ട ഫ്രൈ ചെയ്തിട്ട് എരിവുണ്ട് കേട്ടോ, നല്ല എരിവുണ്ട്. മുട്ട ഫ്രൈ ചെയ്തിട്ട് സോസിലേക്ക് ഇട്ടിരിക്കുവാണ്. സ്പൈസി കൊടുക്കും, സ്പൈസി ആൻഡ് സ്വീറ്റ്. എന്തായാലും ചിക്കൻ കോഞ്ചി അത്രയും പോപ്പുലർ ഒന്നും അല്ലല്ലോ, അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിൽ. സോ ഇത് ചിക്കൻ കന്നിയാണ്. ഇത് നമ്മൾ എങ്ങനെയാണോ ഇതിന് നമ്മൾ കോണ്ടമെൻറ്റ്സ് ഇടുന്നത് അതിൻ്റെ ഒരു ഫ്ലേവർ ആയിരിക്കും. സോ ഇതൊന്ന് ഞാൻ ട്രൈ ചെയ്യട്ടെ. കുറച്ച് എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ ഫ്രൈഡ് ഷാലഡ്സ് ഇടണം. ഇത് എന്താ എനിക്ക് തോന്നുന്നു ജിഞ്ചർ പേസ്റ്റാണ്. ഇത് നമുക്ക് കുറച്ചിടാം, കുറച്ച് മതി, സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ വേറെ കുറച്ച് എരിവിന് വേണ്ടി ഐ ലവ് ചില്ലി ഓയിൽ, കുറച്ച് ചില്ലി ഓയിൽ ഇടാം. ഓക്കെ, ഇതെന്താണെന്നൊരു ഐഡിയ ഇല്ല. കണ്ടിട്ട് എന്തോ റിച്ച് സാധനമാണെന്ന് തോന്നുന്നു. മീനോ എന്താ ഇത്, എന്താ ഇത്, വല്ല വേംസ് വല്ലതും ആണോ? ഇത് വേണ്ട, ഞാൻ വേംസ് കഴിക്കുന്നതാണ് പക്ഷെ രാവിലെ തന്നെ വേണ്ട. ഇതും വേണ്ട, മുട്ടയും വേണ്ട. നമുക്കിത് മാത്രമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത്ര ആയല്ലോ. ആണ് സോൾട്ട് മാത്രം ഉണ്ടോയെന്ന് അറിയില്ല, നോക്കട്ടെ. ഉപ്പ് എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നേ, ഉപ്പിട്ടു. അത് ഒരു റോക്ക് സോൾട്ടൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്ന് തരുന്നത്. എവറിത്തിങ് ഇസ് ക്ലാസി ഓയോ. ഇത് രാവിലെ കഴിച്ചോണ്ടല്ലോ, സെറ്റാണ്. ഇത് മാത്രം, അത് കുറച്ച് കഴിച്ചാൽ മതി. ഓ, ഇത് ഹെവിയാ. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫ്ലേവർ ചെയ്യാമല്ലോ. സോ if you want spicy you can go for spicy, if you want salty you can go for salty. വയറ്റിനും പ്രശ്നം ഉണ്ടാവില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ആളുകൾ ഉണ്ടല്ലോ, ഇത് പോയി മധുരം എടുത്തുകൊണ്ടിരിക്കുന്നു. ഫ്രഞ്ച് ടോസ്റ്റ്, പാൻ കേക്ക്, ക്യാപ്പച്ചീനോ. ആ ക്യാപ്പച്ചീനോ മറ്റേ നെസ്പ്രസോ മെഷീനൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന സെറ്റപ്പ് അല്ലേ. വ്ളോഗിൻ പേർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആണ്. നമ്മുടെ ഇന്ത്യൻ കോർണറാണ്. സോ ദിസ് ഇസ് യുവർ എഗ് പ്ലാൻ കറി, നമ്മുടെ ബിൽഡി സബ്സി, ലേഡീസ് ഫിംഗർ സബ്സി, ജീര റൈസ്, പൊറോട്ട, ദാൽ കറി. സോ ഇതിൽ ആദ്യമേ ഐ എം ജസ്റ്റ് ക്യൂരിയസ് അബൌട്ട് ദിസ് വൺ, ഇവരുടെ എഗ് പ്ലാൻ കറി. മലേഷ്യയിൽ അറിയാമല്ലോ ഇന്ത്യൻ കൾച്ചർ ഭയങ്കര ക്ലോസ്ലി നിറ്റാണ്. ഇന്ത്യൻ, ചൈനീസ് ആൻഡ് മലയ്, ഇത് മൂന്നുമാണ് ഇവരുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്യൂസീൻ. ഇതെല്ലാവരും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് എനിക്ക് ഇന്ത്യൻ സ്റ്റൈലിൽ തമിഴ്നാട് ക്യൂസീനാണ്. എനിക്ക് ഓബിയസ്ലി ഇതിൽ കൂടെ വലിയ പ്രിഫറൻസ് ഇല്ല, എന്നാലും ടേസ്റ്റ് നോക്കട്ടെ. ഇത് ആക്ച്വലി ഒരു പൊറോട്ട പോലെയാണ്, അടിക്കാത്ത പൊറോട്ട. ആൻഡ് ലേഡീസ് ഫിംഗർ കറി ഇത് ആക്ച്വലി ക്വൈറ്റ് ടേസ്റ്റി, നല്ല എരിവുണ്ട്. ഇവർ രാവിലെ തന്നെ ഇത്രയും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഫുഡുകളായിരിക്കുമല്ലോ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതേപോലെ ആൾക്കാരുണ്ടല്ലോ, എല്ലാവരും സെയിം സാധനം കഴിക്കില്ല. ഇല്ല, പക്ഷെ എല്ലാം റിച്ചാണ് കേട്ടോ. നമ്മളെ പോലത്തെ ഒരു, നമ്മുടെ റിച്ചാണ് നാട്ടിലത്തെ, നമ്മളും റിച്ചാണല്ലോ. അതെ. ആൾക്കറി നോക്കട്ടെ. ഇത് നമ്മുടെ നാട്ടിലത്തെ സെയിം ദാൽക്കറി പോലെ. ആൻഡ് ഫൈനലി ജീര റൈസ്. പപ്പടം വരെ ഉണ്ട് കേട്ടോ രാവിലെ. പപ്പടമൊക്കെ കറക്റ്റ്. ഞാൻ എൻ്റെ ഫേസ് കാണിക്കുന്നില്ല കാരണം ഇതിൽ ഫുഡാണ് മുഖ്യം. ഓക്കെ, ഇതും നമ്മുടെ ബിന്ദിക്കറി.
എല്ലാം കുക്ക്ഡ് പെർഫെക്ഷൻ ആണ്. നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുമല്ലോ എന്നേ ഉള്ളൂ. ഇത് വെജിറ്റേറിയൻസ് ഒക്കെ എന്തായാലും ഇഷ്ടപ്പെടും. സോ നൈസ്. They kept a corner, especially Indian food. കാരണം ഇന്ത്യൻസ് ആണല്ലോ കൂടുതൽ വെജിറ്റേറിയൻസ്. അവർക്ക് വേണ്ടി ഇത്രയും വെജിറ്റേറിയൻ സ്പ്രെഡ് സെപ്പറേറ്റഡ് ഓഫർ ചെയ്യുന്ന നല്ലതാണ്. ആൻഡ് അനദർ തിങ്, പോർക്കിൻ്റെ ഐറ്റംസ് ഒന്നും ഇല്ല. ഹലാൽ റെസ്റ്റോറൻറ്റ് ആണ്. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ സ്മോക്ക് റിങ്സ് ഒക്കെ കാണാൻ പറ്റുമേ. ആൻഡ് യു ഗോട്ട് ഇറ്റ് പെർഫെക്റ്റ്. ഫാറ്റ് ലെയർ കാണാം, മീറ്റ് ലെയർ കാണാം. ഇറ്റ്സ് സ്മോക്കി, ഇറ്റ്സ് സോൾട്ടി. അതും I love that Swiss pasta wheel. Swiss അല്ല, ഇറ്റാലിയൻ ആണെന്ന് തോന്നുന്നു. ഇത് തിന്നായിട്ട് അവർ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തത് ചീസ. നമ്മൾ ശരിക്കും ഒരു പ്രോസസ് ചീസ് കഴിക്കില്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യമേ വസാബി ആൻഡ് സോയ സോസ് ഒന്ന് മിക്സ് ചെയ്യാം. ആൻഡ് ദെൻ ലെറ്റ്സ് ട്രൈ ദിസ്. ഞാൻ ബിബിനാമിൻ്റെ വലിയൊരു ഫാനല്ല. ഐ പ്രിഫർ സൂഷി. Again, I had to say, it's so fresh. The carrot and the bite, the quality of the fish, the rice, the seaweed, and the hit of wasabi and soy sauce. അടിപൊളി. എന്തൊരു ഫ്രഷ് ആണ്. സെലറിയുടെ ഒക്കെ ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് കറക്റ്റായിട്ട് അറിയാവേ. നോക്ക് എന്ത് തിന്നാന്ന്. ചൊറിസോ, സോ ഇറ്റ്സ് ഡ്രൈ ഏജ് മീറ്റ്. പഞ്ചൻ്റ് ആണ്, പഞ്ചൻ മീറ്റാണ്. എല്ലാവർക്കും നമ്മുടെ ലോകത്തിലെ ഏത് കോർണറിൽ നിന്ന് ആൾക്കാർ വന്നാലും ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറി ഓഫ് ഫുഡെങ്കിലും ഈ ബുഫേയിലുണ്ട്. I love how they have even plated the butter. സാധാരണ ബട്ടറിൻ്റെ ക്യൂബ്സ് വെക്കാതെ, പ്രീ പാക്കേജ് ക്യൂബ്സ് വെക്കാതെ ഫ്രഷ്ലി മെയ്ഡ് ബട്ടർ അവർ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അടിപൊളി. ഇവിടുന്ന് ഞാനൊരു ചോക്ലേറ്റ് എടുക്കാം. നോക്കട്ടെ, ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ബി ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ടോസ്റ്റും വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഐ ജസ്റ്റ് വോണ്ട് ടു ട്രൈ ദിസ് കായ. കായ ഇസ് ലൈക്ക് കോക്കനട്ട് ജാമാണ്. ഇത് മലേഷ്യയിലാണ് ഏറ്റവും പോപ്പുലർ. മലേഷ്യയിൽ, സിംഗപ്പൂർ. ഐ ലവ് കായ. അതുപോലെ തന്നെ ഐ വോണ്ട് ടു ട്രൈ സം പാന്താൻ ജാം ഓൾസോ. നിങ്ങൾ പാന്താനോ കായൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ രാജ്യങ്ങൾ വരുമ്പോൾ ട്രൈ ചെയ്യുക. കാരണം ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിന് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരിക്കും. ആൻഡ് ദെൻ കുറച്ച് ഫ്രഞ്ച് ടോസ്റ്റ് എടുക്കാം. പാന്താൻ വാഫിൾ കഴിഞ്ഞു തോന്നുന്നു. ഹോപ്പ്ഫുള്ളി ദേ വിൽ മേക്ക് ഇറ്റ് ഫ്രഷ് ആൻഡ് ബ്രിങ് ഇറ്റ്. ഓക്കെ, പാവ് ചോക്ലേറ്റ് നോക്കട്ടെ. The chocolate is amazing. പക്ഷേ ഇത് കുറച്ചും കൂടെ ബട്ടറി ആവായിരുന്നു. ചോക്ലേറ്റ് ഇസ് അമേസിങ്. ലെറ്റ് മീ ട്രൈ ദിസ് ബ്രെഡ് വിത്ത് കായ ജാം. ഗാദ ജാം അല്ല, കായ ജാം. നോക്കട്ടെ. ഖാദ ജാം. Wherever you go, I will be there. എന്താ അതന്നെ, wherever you go, I will be there. I will be there. I love കായ. ഇതൊന്ന് കോക്കനട്ടും എഗ്ഗ് ഉണ്ടോയെന്ന് എനിക്കറിയാം. പക്ഷേ ഏകദേശം ഒരു കോക്കനട്ട് എഗ്ഗി ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പം ഇതുണ്ട്. ഇത് പൂർണ്ണമായി ഇന്ദ്രേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് എപ്പോഴും വാങ്ങിക്കൊണ്ട് വരാൻ പറയും. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ പോകുള്ളൂ. ഇത് അധികം നാൾ നിൽക്കില്ല. മറ്റേ ജാം പോലെയല്ല. ഇത് പാന്താൻ. പാന്താൻ ഒരു ലീഫാണ്, അത് വെച്ചുണ്ടാക്കുന്ന ജാമാണ്. ഇത് മോർ ഓഫ് കോക്കനട്ടി ഫ്ലേവർ. ആൻഡ് കോക്കനട്ടും നമ്മുടെ ഒരു വാഴയിലയുടെ ടേസ്റ്റാണ് വരുന്നത്. അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് അറിയില്ല. പക്ഷെ ഒരു കോക്കനട്ടും വാഴയിലയും കൂടെ മിക്സ് ചെയ്തൊരു ടേസ്റ്റ്. ഇറ്റ്സ് പ്രിറ്റി നൈസ്. ഫൈനലി കുറച്ച് ഫ്രഞ്ച് ടോസ്റ്റ്. ഓ, ഒട്ടും സ്വീറ്റ് അല്ല. യു ഹാവ് ടു പുട്ട് ഹണി സോസ്. അതാണ് നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റിൽ എക്സ്പെക്ട് ചെയ്യുന്ന സ്വീറ്റ് അല്ല. ഒരു കുറച്ച് സ്വീറ്റ്നെസ് എങ്ങനെയില്ലേ, ഒട്ടും സ്വീറ്റ് അല്ല. ഇത് എഗ് ആൻഡ് ബ്രെഡ്. പെപ്പർ വരെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഭാഗ്യത്തിന് നമ്മുടെ കായ ജാം ഇവിടെ ഉണ്ട്. കായ ആൻഡ് പാന്താൻ ജാം എല്ലാത്തിനും കൂടെ പോവും. ഇവരുടെ അടുത്തൊരു ഫ്രൂട്ട് കോക്ടെയിലാണ്. സോ ഐ തിങ്ക് സോ പുട്ട് പൈനാപ്പിൾ, ഡ്രാഗൺ ഫ്രൂട്ട്, വാട്ടർമെലൺ, പിന്നെന്താ ഓറഞ്ചും കാണുന്നു തോന്നുന്നു.
നോക്കട്ടെ. ഇവരെല്ലാം മറ്റൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് കേട്ടറിയാണ്. കാരണം ഒന്നും ഓവർലി സ്വീറ്റ് അല്ല, പിന്നെ ഒട്ടും മധുരമില്ല. വേണമെങ്കിൽ പുട്ട് ഹണി എല്ലാം സൈഡ് വെച്ചിട്ടുണ്ട്. ബട്ട് ഫ്രഷ്നെസ്. ഈ എന്തോരം യോഗേർട്ട്സാണ്. ഈ യോഗേർട്ടിൻ്റെ ആളാരാന്നറിയോ? ജെറിൻ കോഷി. ഞങ്ങളുടെ ഒരു ചൈനയിൽ വരുന്ന വ്ളോഗിലുണ്ട്. നമ്മുടെ ഒരു ബെസ്റ്റ് ബഡിയാണ്. ഒരു ദിവസം ഒരു ദിവസം ഒരു 7-8 യോഗേർട്ട് സുഖമായിട്ട് കഴിയും. ഇത് കണ്ടെങ്കിൽ ഒരു 5 ഫ്ലേവേഴ്സ് എടുത്തോണ്ട് വന്നേനെ. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് എ കവർ സ്വീറ്റ്, ബട്ട് ഇറ്റ്സ് മെയ്ഡ് ഓഫ് ഫ്രഷ് ബ്ലൂബെറീസ്. ഹണിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ, എനിക്ക് വേണ്ട, പക്ഷെ ഹണിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ യു വാണ്ട് സ്വീറ്റ്നെസ്. ഇറ്റ്സ് സോ ഗുഡ്. ബ്ലൂബെറിയുടെ പീസസും ഉണ്ട്. ഇനി ആക്ച്വലി കുറേ ഫുഡുണ്ട് കേട്ടോ ലൈവ് സ്റ്റേഷൻ. മറ്റേ ലൈവ് നൂഡിൽസ്, കറി നൂഡിൽസ്, ഓംലെറ്റ്സ്, എഗ്സ് ബെനഡിക്റ്റ് ട്രൈ ചെയ്യാനാണെങ്കിൽ കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ വി ആർ സ്റ്റഫ് ടു ദ കോർ. ഒരുവിധം ബാക്കിയുള്ള യുണീക്കായിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാൻ കഴിച്ച് ട്രൈ ചെയ്തു, ഇൻക്ലൂഡിങ് ദാറ്റ് വെജിറ്റേറിയൻ ഫുഡ്. നിങ്ങൾക്ക് വേണ്ടി മാത്രം. ഇതിൽ വെജിറ്റേറിയൻ ഫുഡ് കാണിക്കാറില്ല എന്ന് പറയുന്ന വേണ്ടി അവർക്ക് വേണ്ടി മാത്രം. ലാസ്റ്റ് ഞാൻ കുറച്ച് എസ്പ്രെസ്സോ എടുത്തു. ഐസ് എസ്പ്രെസ്സോ. അടിയിൽ കാണുന്ന പച്ചയില്ലേ ഷുഗർ സിറപ്പാണ്. പക്ഷെ അവരുടെ അമേസിങ് തിങ് ഇറ്റ്സ് എൻ എസ്പ്രെസ്സോ മെഷീന്. അതിൽ കോൾഡ് കോഫിക്കുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനത് ഇതുവരെ കണ്ടിട്ടില്ല. പ്ലേറ്റിൽ വെച്ചിരിക്കുന്നത് ഞാൻ എല്ലാം ഡെസേർട്ടും മറ്റേ യോഗട്ടൊക്കെ കഴിച്ച് എല്ലാം നിർത്തിയത്. അത് കൊള്ളാലോ. ഇതാ ചിക്കനാണോ ഫിഷാണോ? എനിക്ക് ചൂടുള്ളത് കിട്ടിയ 3 പ്രാവശ്യം എടുത്തപ്പോൾ ചൂടില്ലായിരുന്നു. ഇത് 4ാമത്തെ ആണോ? എന്നോട് ആശാനൊരു കോൾഡ് കോഫിയും കിട്ടിയിട്ടുണ്ട്, ഐസ് ലാറ്റെ. ഞാൻ എന്തായാലും മറ്റേതും കൂടെ കുടിക്കാൻ പോവാ. മറ്റേ ഗ്രീൻ ആപ്പിൾ സെലറി. ഫൈനലി അവരുടെ ആപ്പിൾ സെലറി ഒരു ജ്യൂസും ഉണ്ട്. അത് ആൻറ്റി ഏജിങ് ആണ്. പിന്നെ നമുക്ക് ഏജിങ് ഒന്നും ഇല്ലല്ലോ. സോ ഇത് അവരുടെ ABC ജ്യൂസാണ്. ഇതും കൂടെ കഴിച്ച് എന്തൊക്കെയാണ് എൻ്റെ വയറ്റിൽ. അയ്യോ, ഇനി ഉച്ചത്തെ ഊണും കൂടെ കഴിയുമ്പോൾ സെറ്റാവും. ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ്. പക്ഷേ എനിക്കൊന്ന് സ്വീറ്റ് ബീട്രൂട്ടും ഒരു സ്വീറ്റ് ക്യാരറ്റും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. തോന്നുന്നു ആപ്പിളിൻ്റെ സ്വീറ്റ്നെസ് ഉണ്ട്, പക്ഷെ ബാക്കിയുള്ള എല്ലാത്തിനും ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. ഈ തിരിച്ച് റൂമിൽ വന്നുള്ള പ്രശ്നം കിടന്നുറങ്ങാൻ തോന്നുന്നു. സോ നമ്മളിത് ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ച് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ബനാന ലീഫ് മീൽസ് ഭയങ്കര പോപ്പുലറാണ്. സോ അത് ഇന്ത്യനും ആണ്, ആ സമയത്ത് ഇന്ത്യനോ അല്ല. ലൈക്ക് മലേഷ്യയിൽ ഇന്ത്യൻ ഫുഡിൻ്റെ ഒരു ഏറ്റവും പോപ്പുലർ വേർഷനാണ്. സോ അതും കൂടെ കാണിക്കാന്ന് വെച്ചാൽ ലോക്കൽ ഫുഡിൻ്റെ ഏറ്റവും ഒരു നല്ല വേർഷൻ. പക്ഷെ അതല്ല രസം, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വരെ ഉണ്ട് അടുത്ത മോളിലേക്ക്. ജഫ്രി എൻ്റെ അടിയിൽ തന്നെ പോയിരിക്കുക നോക്ക്. ഗൈസ്, സോ നമ്മൾ വന്നിരിക്കുന്നത് മൈ ടൗൺ എന്ന് പറഞ്ഞ മോളാണ്. എന്തോരം മോളാക്കിയാലും കോമ്പറ്റീഷനാണ് മോൾസിൽ. ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ആദ്യം തന്നെ ആ ബനാന ലീഫ് കഴിക്കാം. അല്ലെങ്കിൽ അത് ഓൾറെഡി ലഞ്ച് ടൈം കഴിഞ്ഞു. ഇപ്പോഴത്തെ സമയം 3 മണി ആവാറായി. അത് കിട്ടുമെന്ന് തന്നെ അറിയില്ല. വേഗം നമുക്ക് അങ്ങോട്ട് ഓടാം. നല്ല ഫുഡ് കോർട്ട്സ് ആണ് കേട്ടോ ഇവിടത്തേക്ക്. എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ട്. ഫുഡ് കോർട്ട്സ് ഭാഗ്യത്തിന് വലിയ എക്സ്പെൻസീവും അല്ല. നമ്മുടെ നാടുമൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊന്ന് ഭയങ്കര എഫോർഡബിൾ ആണ്. പക്ഷെ ഭയങ്കര ഹൈ ക്വാളിറ്റി ഫുഡും ഉണ്ട്. എല്ലാ ഫുഡ് കോർട്ട്സിലും ഇതുപോലെ കൗണ്ടേഴ്സും ഉണ്ട്, അതുപോലെ പ്രോപ്പർ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഞങ്ങൾ പോകുന്ന പ്രോപ്പർ റെസ്റ്റോറൻറ്റിലേക്കാണ്. ജെഫ്രിനോട് റെസ്റ്റോറൻറ്റ് പേര് ചോദിക്കാൻ പറഞ്ഞിട്ട് ബനാന ബ്രോയുടെ പേര് പകരം എന്താ ചോദിച്ചേ? ബനാന ലീഫ്. സോ ബനാന ബ്രോ ഇവിടുത്തെ ഒരു വളരെ പോപ്പുലർ ഫ്രാഞ്ചൈസിയാണ്. ബനാന ലീഫ് മീൽസിൽ എല്ലാവരും അതാ കഴിക്കുന്നത്. ഉണ്ടായാൽ മതിയായിരുന്നു. വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. ഞങ്ങൾ മിക്കവാറും ക്രേവിംഗ് സെറ്റ് ആയിരിക്കും എടുക്കുന്നത്. ഇത് 13 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 230 രൂപ റീഫിൽ. പക്ഷേ ഇതിൽ ക്രാബ് കറിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ ഓർഡർ ചെയ്യാം. ഓക്കെ, ഇല വന്നു. ചെറിയ ഇലയാണ്, പകുതി ഇലയാണ്. എല്ലാം എന്താ പറയുന്നത്, നമ്മുടെ നാട്ടിലൊരു റിമൈൻഡ് വരുമെങ്കിലും ഭയങ്കര ഒരു ബന്ധമില്ലാത്ത രീതിയിലുള്ള ഫുഡാണ് ഇത്. സോ മറ്റേ പാവയ്ക്ക വറുത്തത്, സാലഡ്, ഇത് പൊരിയൽ എന്ന് പറയും. എന്താ അമ്മോ പപ്പടം കൊണ്ടുവരുന്ന നോക്ക്. ഇതെനിക്കൊന്ന് പ്രിയയ്ക്ക് പറ്റിയ സ്ഥലമാണ്. അയ്യോ, പപ്പടം കൊണ്ടുവരുന്ന അർപ്പിക്കുകയാണ്. 3 പപ്പടം എന്നൊക്കെ തരുന്നത്. ഐസ് ടീ, അതുപോലെ തന്നെ ചിക്കൻ 65. എല്ലാത്തിനും ഭയങ്കര കളറാണല്ലോ. ഞാൻ ആദ്യമേ ക്രാബ് കറി ഇട്ടൊന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഓരോന്ന്. അതുകൊണ്ടാണ് കുറച്ച് ചോറ് എടുത്തത്. അത് കൊള്ളാമല്ലോ. ഞണ്ടിൻ്റെ കറി, ക്രാബിൻ്റെ പീസും ഉണ്ട്, ചിക്കൻ കറി. അത് കണ്ടിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ ചിക്കൻ കറി എടുത്താൽ മതിയായിരുന്നു. ഞാൻ റെഡ് കറി ഫാനാണല്ലോ.
ശരിക്കും നാട്ടില് എരിവില്ല അത്രയും. ഇല്ല. നാട്ടിലെ ഞാൻ നാടെന്ന് പറഞ്ഞാൽ നമ്മള് സൗത്ത് ഉദ്ദേശിച്ചത്. നമുക്ക് ഇത് അത്രയും എരിവില്ല. ഒരു ബോൺലെസ്, നാട്ടിൽ നമ്മൾ കൊണ്ടുവരുന്ന ബോണാണല്ലോ, ഒരു ബോൺലെസ്. നമ്മൾ ചിക്കൻ നാട്ടിൽ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു കോട്ടിങ് വെച്ച് ഫ്രൈ ചെയ്യില്ലേ, അവിടെ വെച്ച് നിർത്തിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയില്ല, മസാല ഇട്ട് ഫ്രൈ ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് പോയിട്ടില്ല. ടീ ആൻഡ് റൈസ് ഇത് മാത്രം നമുക്ക് ആദ്യമേ ടേസ്റ്റ് ചെയ്യാം. രണ്ടല്ലത്, പക്ഷെ ഒരു പരിപ്പിന്റെ ഒക്കെ കളറുണ്ട്. ക്രാബിൽ കുറച്ച് മീറ്റ് ഉണ്ട്, അപ്പം അതും കൂടി ഇടുന്നുണ്ട്. അങ്ങനെയുണ്ട്. വലിയ ടേസ്റ്റ് ഒന്നുമില്ല, ഒരു ക്രാബിന്റെ ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല. വലിയ ടേസ്റ്റ് ശരിക്കും ഞാൻ പറഞ്ഞ പരിപ്പിന്റെ ടേസ്റ്റ് അതിനെ പറഞ്ഞ ക്രാബിന്റെ ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഇത് ഒരു ക്രിസ്പി ഫ്രൈംസ് പോലെ കഴിക്കാം, പക്ഷെ ഇറ്റ് ജസ്റ്റ് ടൂ മച്ച് ഓയിൽ. നമ്മൾ ഇന്നലെ തായ് ഓംലെറ്റ് ഒരെണ്ണം കഴിച്ചില്ലേ, അതുപോലത്തെ ഒരു ഓയിലി ഫീലിംഗ് എനിക്ക് ഇതിൽ കിട്ടുന്നത്. പിന്നെ ഇവരുടെ ക്യാബേജ് പൊരിയൽ എനിക്കിഷ്ടമായില്ല. കുറച്ച് മഞ്ഞളിട്ട് ഒന്ന് വഴറ്റിയെടുത്തേക്കണം. വരട്ടിയെടുത്തിരിക്കുന്നു. ചിക്കൻ കറി എങ്ങനെയുണ്ട്? ചിക്കൻ കറിയുടെ ഗ്രേവി അത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. സോ ഇതിൽ ചിക്കൻ കറി ഒഴിക്കാം. ഓക്കെ, പീസൊന്നും ഇല്ല. ഇതിൽ ഫിഷ് കറി നോക്കട്ടെ. ഓക്കെ, ഇത് നല്ല മുളകിട്ട ഫിഷ് കറിയാന്ന് തോന്നുന്നു. താങ്ക് യു. ഇത് കണ്ടിട്ട് നല്ല ഫ്ലേവർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ. ഫിഷ് കറിയുടെ നോക്കട്ടെ. കറി ഇത് ബനാന ബ്രോ ആയതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂളിംഗ് ഗ്ലാസ് ഊരാതെ കഴിക്കുന്നത് കേട്ടോ. അതെ. ആ ഫിഷ് കറി ഉണ്ട്, നല്ല എരിവുണ്ട്. കഴിച്ചു കുറച്ച് നല്ല എരിവുണ്ട്. നാട്ടിലത്തെ ടേസ്റ്റ് അല്ല, പക്ഷെ തമിഴ് സ്റ്റൈലില് നല്ല മുളകിട്ട മീൻകറി നല്ല കേട്ടോ. ഇതിലൂടെ ഇത് സൂപ്പറാട്ടോ. ഇതിലൂടെ കുറച്ച് ചിക്കൻ ഫ്രൈയും കൂടെ വെച്ചാ പപ്പടം ഉണ്ടാക്കും. അടിപൊളി. ഇപ്പോഴാണ് ബ്രോ ആയത്. അതിലൂടെ ചിക്കൻ കറി നോക്കട്ടെ. അതും ഇഷ്ടപ്പെടും. ഇതും ശരിക്കും ആ തമിഴ് സ്റ്റൈൽ, ആ ഒരു കായം, പിന്നെ മറ്റേ എന്താ പറയുക അവരുടെ ഒരു ടൈപ്പ് സ്പൈസസ് ഇല്ലേ, കുറച്ച് കൂടുതൽ ഗരം മസാല അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു ടേസ്റ്റാ. ഇത് കൊള്ളാം. എനിക്കിത് ഭയങ്കര പോപ്പുലർ ആണെന്ന് തോന്നുന്നു കേട്ടോ ബനാന ബ്രോ. എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഇവർ ഫുഡ് ചൂടായി ഇരിക്കാനായിട്ട് നമ്മുടെ അവിടെയൊക്കെ സാധാരണ ടേബിളിൽ അല്ലെങ്കിൽ സൈഡ് ടേബിളിൽ എന്തെങ്കിലും വെക്കുന്നത്. ഇത് കണ്ട, ഇത് സ്റ്റീം വന്നുകൊണ്ടിരിക്കും. സോ ആ ചൂട് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് ഇത് ഓവർ കുക്ക്ഡ് ഒന്നും ആവില്ല. ഇരുന്നിരുന്ന് ചൂടത്ത് ഇപ്പോൾ സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുക്ക് ആയിക്കൊണ്ടിരിക്കും. അതാവില്ല. അതുപോലെ തന്നെ ചോറാണെങ്കിലും അവരങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. വെരി നൈസ് കോൺസെപ്റ്റ്. ഞാൻ ട്രിപ്പിലെല്ലാം ജെഫ്രിനോട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യും, എല്ലാം ഓക്കെ. ഒരു തവണ സൂഷി മീൽ കഴിക്കാൻ വരാം. നല്ല സൂഷി മീൽ കഴിച്ചാൽ വരണേ പറ്റൂ. അഡ്ജസ്റ്റ് ചെയ്യണം ഒരു തവണ. പിന്നെ സൂഷി കഴിച്ചതിനുണ്ടല്ലോ, പിന്നെ എല്ലാ ദിവസവും സൂഷി വേണമെന്ന് പറയും. അതുകൊണ്ടല്ലേ. ഹൗ അമേസിംഗ് ഇസ് ദിസ് കൺവീനിയൻസ് സ്റ്റോർ. ഇവിടെ ഇത് നോക്കിക്കേ, ലൈക്ക് മക്ഡൊണാൾഡ്സ് ഒക്കെ പോലെ യു ഹാവ് യുവർ കെയോസ് വെർ യു ക്യാൻ ഓർഡർ സ്റ്റഫ്. ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കോഫീസ് തൊട്ട് സൂപ്സ്, ബോൾസ്, ജസ്റ്റ് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇത് തായ്ലൻഡിൽ പോലും കണ്ടിട്ടില്ല കേട്ടോ. ഇത് സ്റ്റക്കാണ് ആവുന്നുണ്ട്. സോ യു ഹാവ് കോഫി ഫ്രാപ്പി, കോഫി മിൽക്ക് ഷേക്ക്, ഐസ്ക്രീം, ഓടൻ എന്ന് പറഞ്ഞാൽ മറ്റേ മിൽക്ക് വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്യുന്ന മീറ്റ്സും സംഭവങ്ങളും, നൂഡിൽസ് ആൻഡ് ദെൻ ഹോട്ട് സ്നാക്സ് ഇൻക്ലൂഡിങ് കോൺ സോസേജ്, പേസ്ട്രീസ്. ഓ, ഇത് സംഭവം കേട്ടോ. ഇത് ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല, ജപ്പാനിലൊന്നും കണ്ടിട്ടില്ല. അത് സത്യം. സോ ഇറ്റ് ലുക്സ് അമേസിംഗ്. സോ ഐ എം ടേക്കിംഗ് എ ചോക്ലേറ്റ് സൂഫ്ലേ. ഇറ്റ് വിൽ ബി റിയലി ഗുഡ്. പിന്നെ അല്ലാതെ മോക്കി ബണ്ണുണ്ട്, ചോക്ലേറ്റ് മൂസ് ഉണ്ട്. ദിസ് ഓൾസോ വിൽ ബി വെരി ഗുഡ്. ഇത് രണ്ടും എടുക്കാം. ഓ മൈ ഗോഡ്, സ്ട്രോബെറി ആൻഡ് ക്രീം സാൻഡ്വിച്ച് ഉണ്ട്. മലേഷ്യയിലെ കൺവീനിയൻസ് സ്റ്റോഴ്സ് വാസ് റിയലി ബാഡ്. നൗ ഇത് ഗോയിങ് ടു അനദർ ലെവൽ. ദേ ഹാവ് ദിസ് ഹൊക്കൈഡോ മെലൺ മൂച്ചി പഫ് ഓൾസോ. അപ്പോൾ നമുക്കൊരു സൂഫ്ലയും ഒരു പഫും മാത്രം എടുക്കാം തൽക്കാലത്തേക്ക്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൺവീനിയൻസ് സ്റ്റോറിൻ്റെ ഡെസേർട്ട്സ് കാണിക്കുന്നതായിരിക്കും.
മോച്ചി ബൺ, നമ്മുടെ ഒരു ജപ്പാൻ വൈബ് കിട്ടുന്നുണ്ട്. നമ്മൾ അടുത്ത് പോകുന്ന ജപ്പാനിലേക്കാണോ? ആണോ? അതുകൊണ്ടായിരിക്കും മോച്ചി ഒക്കെ വരുന്നത്. സോ മോച്ചി ബൺ. ഓ, അകത്ത് ക്രീമാണ്, ഫുൾ ഓഫ് ക്രീം. അടിപൊളിയാണോ? ഇറ്റ് ടേസ്റ്റ് ലൈക്ക് ആ കൈന് ജപ്പാനിലെ മെലൺ ഉണ്ടല്ലോ, ജപ്പാനിലെ മെലൺ ഇസ് വെരി ഫേമസ്. ആ ജപ്പാന്റെ മെലൺ ക്രീം, അത് ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്രീം വെച്ച് വെരി വെരി സ്ട്രെച്ചി ആൻഡ് സോഫ്റ്റ് മോച്ചി കോട്ടിംഗ്. മധുരമില്ല. അതാണ് ഇവര് മെയിൻ ആയിട്ട് ഈ ജാപ്പനീസ് ഫുഡിന്റെ ഒരുപാട് ഫെസ്റ്റ് ഇപ്പൊ ഇവിടെ നടക്കുന്നുണ്ട്. സ്പ്രിംഗ് ഫെസ്റ്റിവൽ കണ്ടില്ല നിങ്ങള്, അതുപോലെ തന്നെ ജാപ്പനീസ് ഫെസ്റ്റ്, സ്ക്വിഡ് ഗെയിം, കൊറിയൻ ആൻഡ് ജാപ്പനീസ് ഫെസ്റ്റ് ആക്ച്വലി ഇപ്പൊ മലേഷ്യ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വേണ്ടിയാണ് കുറെ ഇങ്ങനത്തെ ഡിസേർട്സ് വരുന്നത്. ഇത് ശരിക്കും ഒരു പ്ലേറ്റിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ റെസ്റ്റോറന്റ് പോലെ തോന്നിക്കും. റെസ്റ്റോറന്റ് ക്വാളിറ്റി ആണ്. സോ ലെറ്റ് മീ ജസ്റ്റ് ചെക്ക് ഔട്ട്. അടി വരെ പോണേ. താത്തക്ക് So you got your cream, souffle and cake. Oh wow. Actually ഇവിടെ വന്നു കഴിഞ്ഞാൽ കൺവീനിയൻസ് സ്റ്റോഴ്സ് ഫുഡ് തന്നെയാണ് ട്രൈ ചെയ്യേണ്ടത്. ഞാൻ മലേഷ്യയിൽ ഒരിക്കലും ഇത്ര അടിപൊളിയാവുമെന്ന് വിചാരിച്ചില്ല. But this is on another level. Not sweet. ജപ്പാൻ പോലെ തന്നെയാണ്, ജാപ്പനീസ് ഫുഡ് പോലെ തന്നെ. It's not overly sweet. പക്ഷേ it's so good and such good quality. Very cheap also. അപ്പോൾ ഗൈസ്, ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ടുഡേയ്സ് വ്ളോഗ്. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് മലേഷ്യൻ കുറേ ഫുഡ് എക്സ്പ്ലോർ ചെയ്തു. പക്ഷെ നാളത്തെ വ്ളോഗിൽ നമ്മളിവിടെ ജെഫ്രിനെ കൊണ്ടുപോകണ്ടേ, നമ്മൾ മറ്റേ ജലനലോർ ഫുഡ് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുന്നതായിരിക്കും. പിന്നെ മലേഷ്യയുടെ പ്രോപ്പർ മാത്രം ചെയ്യുന്നതാണ്. പിന്നെ അതല്ലാതെ ഇവിടുത്തെ ബുക്കിറ്റ് ബിൻ ടാങ്, നമ്മുടെ ന്യൂയോർക്ക് ടൈംസ് സ്ക്വയർ പോലത്തെ ഇവിടുത്തെ മെയിൻ ഏരിയ, അതൊക്കെ ആയിട്ടായിരിക്കും നാളെ ഒരു വൈബിങ് വ്ളോഗ്. സോ ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ടുഡേയ്സ് വ്ളോഗ്. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. മലേഷ്യയിൽ ആകെ നമ്മൾ 3 ഡേയ്സേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ -30 പോകുന്നത്. ഓക്കെ, സോ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, ഹാപ്പി, ബൈ.